ചേട്ടന്റെ പേരെന്തോ? ചാണ്ടി. കൃഷ്ണന്റെ ചേട്ടൻ ചാണ്ടിയോ? ചന്തു എന്നാ പേര്. ഞങ്ങൾ ചാണ്ടിന്ന് വിളിക്കും. ചന്തയും കുണ്ടിയൊക്കെ ഇരി. എന്തിനാ വിളിപ്പിച്ചെന്നറിയാം? കാണാനല്ലേ? എന്നിട്ട് എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, ഒരു തവണ അജേഷ് പേപ്പർന്ന് വെച്ചപ്പോ മനോരമ. എടാ നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ നീ പള്ളി മൂടല്ല അല്ലേ ബ്രോ? ഇത് മൂട് വെഞ്ഞാറ് മൂട്. പോടാ. അജേഷേ ഇവന്മാര് മൂടല്ലട്ടാ. ഇരിക്കൂ. ഇരിക്കാൻ പറ്റൂല ഡോക്ടറെ. ചന്തിയുള്ളവരല്ലേ ഡോക്ടറെ ഇരിക്കാം. എന്റെ ദൈവത്തിപ്പോ ഒരു ഒഴിവാ. എന്തൊക്കെ? അതൊരു നായിന്റെ മോൻ കടിച്ചോണ്ടായതാ. പട്ടി കടിച്ചതാ. ഏതാ പട്ടി? ഇതിന്റെ അമ്മയുടെ മോനെ സാറേ. അതല്ല, കടിച്ച പട്ടിയതാണ്. അതൊന്നും അറിയില്ല ഡോക്ടറെ. ഏതാ കളറ്? ഇതൊക്കെ എന്തിനാ സാറേ? എടാ കുറച്ച് കാണാ കളറാവും. ഒരു കാപ്പിയും കറുപ്പും പാടെ മിക്സ് ആയ സാധനം. കാലിന്റെ അടിയിൽ ഒരു വെള്ള പുള്ളി ഉണ്ടായി. ഞാൻ കറക്റ്റ് കണ്ടതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ കണ്ടപ്പോഴേ ഓടി. 100 മീറ്ററിൽ ഫസ്റ്റ് ആണേ. അല്ലത് എങ്ങനെ കുടിക്കണ്ടേ? 3 നേരം, രാവിലെ 1, ഉച്ചക്ക് 1, വൈകുന്നേരം ബാക്കി ഉണ്ടെങ്കിൽ രാത്രി 1. അതാ പറ്റിപ്പോയത്. അതേ ഡംബിൾസൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ചേച്ചി ഇവിടെ എന്തിനാ വന്നേ? വെയിറ്റ് കുറയ്ക്കാൻ. വന്നപ്പോ എത്രയായിരുന്നു വെയിറ്റ്? 54. എപ്പോഴോ? 64. സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ ഒന്നും പേടിക്കണ്ട. സംശയിക്കാത്ത രീതി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമേ ഇല്ല. എന്തുവാടാ പട്ടി പണിഞ്ഞു വെച്ചേക്കുന്നു? 500 പാക്കറ്റ് സിഗരറ്റ് വിഴുങ്ങും. ഹാപ്പി ബർത്ത്ഡേ. നീയായിരുന്നോ? നിനക്കെന്തൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട്? നീ വേറെ ആരോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊന്നല്ലോ. അതൊന്നുമില്ല, നീ അകത്തോട്ട് വാ. കാര്യം പിന്നെ നീ നിന്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ പറ്റി പറ. അതൊക്കെ ഞാൻ വിട്ടോ? അത് പറ്റി? ആ നാറി ഓന്റെ അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു മോതിരം വാങ്ങി പോയതാ. പിന്നെ ഒരു വിവരമില്ല. എടി അവനാണോ? ആണെന്ന് തോന്നുന്നു. എന്തായാലും നീ പോയി തുറക്ക്. നീ ഒറ്റക്കാന്ന് പ്രതീക്ഷിച്ച് വരുന്നല്ലേ, അവനൊരു സർപ്രൈസ് ആവട്ടെ. ഹായ് ബേബി. ഹായ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മേ കം ഇൻ. ഐ ആം ഇൻ ലവ് വിത്ത് യു. എടാ പരനാറി, യെസ്. എന്റെ റിങ്ങടത്തിനാണോ നാറി നീ ഒക്കിട്ട് കൊടുക്കുന്നത്? എന്താ ഡ്രെഡ് ഇങ്ങനെ ഒരു പലിച്ച കുടിക്കണോ? ഇല്ലേ, ഡ്രെഡിന്റെ വീട്ടിൽ എന്താ ഉണ്ടാവില്ലേ? ചോറും താളിപ്പും പിന്നെ ഉണക്കമീനും പപ്പടമൊക്കെ ആയിട്ട്. അതെല്ലാരും അതാ കഴിക്കല്. ഞങ്ങൾ അങ്ങനെ കഴിക്കല്. ചോറ് കഴിക്കണ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെ അങ്ങനെ കഴിക്കലേ ഇല്ല. സാധാ പോലെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആവുന്നു. ചോറും താളിപ്പും പിന്നെ എന്താ പറയാ, ചോറും താളിപ്പും എന്നല്ലേ പറഞ്ഞേ. വേറെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോടാ? പപ്പടും ഉണക്കമീനും. എന്താണ് സാർ വേണ്ടത്? ഒരാളോട് വരാനുണ്ട്. വാലന്റൈൻസ് ഡേ അല്ലേ? ആരാണ് സാർ? കുഞ്ഞമ്മ. കുഞ്ഞമ്മ വരുമ്പോ പറഞ്ഞാൽ മതി. ഓൾവേസ് അവൈലബിൾ. കൊറേ നേരമായി വന്നിട്ട്? ഇല്ല, ജസ്റ്റ് 2-3 മണിക്കൂർ. പിങ്കുവ വരില്ലെന്ന് നോക്കിട്ടോ. സാർ എന്താ? ഓർഡർ പ്ലീസ്. മാഡം. മിങ്കു എന്താ ഇവിടെ? മിങ്കു? ഇതാണോടാ നിന്റെ കുഞ്ഞമ്മ? ഇതാരായാലും നിനക്കെന്തു? ഇതെന്റെ മിങ്കുവാ. അപ്പൊ എന്റെ പിങ്കു നീ ബാങ്കിലെ മാനേജറാന്ന് പറഞ്ഞിട്ട്? അതാണോ ഇവിടുത്തെ പ്രശ്നം? ഏതാണ് ഇവൻ? ചേട്ടാ ഒരു ഡെലിവറി ഉണ്ടായിരുന്നേ. അവിടെ ചോദിച്ചാ നീ ഇതിനുത്തരം പറയണം. ചിങ്കു എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എന്റെ അടുത്ത് വൈകിട്ട് ബീച്ചിൽ കാണാന്നല്ലേ പറഞ്ഞേ? വൈകിട്ട്, ഉച്ചയ്ക്ക്, രാവിലെ. എല്ലാത്തിനും കാരണം ഈ ഡാഡിയസ് മോൻ ഒറ്റ ഒരുത്തനെ.
എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ച മലയാളത്തിൽ പറ. മച്ചാനെ പച്ചക്കാണ്. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞത്? പോയിട്ട് അടുത്ത വർഷം കാണാൻ കളിയാ. ആ സ്പീക്കറിൽ നിന്നാടാ. പക്ഷെ പട്ടിണിയല്ലേ? ഇന്നലെ നോക്കുമ്പോ ഈ മല പോലിരിക്കുന്ന മനുഷ്യൻ ബ്രെഡ് തൈരും കൂട്ടി തിന്നുന്നു. അയ്യോ, അത് 4 ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച പാലാണ്. തൈര് എടാ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പണ്ട് നമ്മുടെ സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ? പൂപ്പ. ശലഭമേ ഒന്ന് വിരിയോ? ബ്രോ ബൈക്കിന്റെ ചാവിന്ന് വരും. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോകുന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചു വെയിറ്റ് ചെയ്യാണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഉറക്കോ രാത്രി കറക്കോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് പറഞ്ഞൂടാത്ത തന്ത്രമാണ്. മച്ചാനെ പേപ്പറുണ്ടാ? മനോരമ മാതൃഭൂമി. അജേഷ് പേപ്പറിൽ വെച്ചപ്പോ മനോരമ. എടാ നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ നീ പള്ളിമൂടല്ല അല്ലേ ബ്രോ? ഇത് മൂട് വെഞ്ഞാറമ്മോട് പോടാ. പഠിക്കാനല്ലേ അല്ലേടാ? ഡേഞ്ചർ ബോയ്സ്. ഉച്ചോറക്കത്തിൽ കിടന്നു കൊടുക്കുന്ന ചെറുക്കനാ അവന്റെ ഡേഞ്ചർ വോയിസ്. ഇന്നലെ ഒരു കുട്ടിയുടെ കൊട ചവിട്ടി പൊട്ടിച്ചിരിക്കുന്നു. എന്താ ചവിട്ടി പൊട്ടിച്ച? മഴയില്ലാത്ത സമയത്ത് അവന്റെ കൊത കൊണ്ട് വന്ന അതൊന്ന് ചവിട്ടി പൊത്തിട്ട് കൊച്ചു കുട്ടിയല്ലേ വേണ്ട വേണ്ട വിചാരിക്കുമ്പോ നമ്മളും അതുപോലെ തന്നെ വലിയ തീറ്ററല്ലേ വേണ്ട വേണ്ട വിചാരിക്കുമ്പോ എന്റെ അപ്പക്കൊരു മരുമോൾ വേണം, എൻ്റെ ഉമ്മക്കൊരു മോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും. എന്താ അർത്ഥവത്തായ വരികളല്ലേ? ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ബ്രില്യന്റ്. നിഹാലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്യൂമുകൾ ഇട്ട് നോക്കിയിട്ടാ. ഒരു 100 ഷർട്ടും പാൻറ്റും ഇട്ട് നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ. അപ്പൊ നിഹാലൊരു വൈറ്റ് ഷർട്ടും ഒരു ഓഫ് വൈറ്റ് പാൻറ്റും ഒരു കൂളിംഗ് ഗ്ലാസും. ഇത് നിന്നെ കിട്ടിയാലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.